ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥികൾക്കെതിരെ ജനവിധി ഉപയോഗിക്കാൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ നീക്കം. സമരം 55 ദിവസം പിന്നിട്ടിട്ടും ഒരിക്കൽ പോലും സർക്കാർ ചർച്ചയ്ക്ക് മുൻകൈയെടുക്കാത്തതാണ് തീരുമാനത്തിനു പിന്നിൽ. രാഷ്ട്രീയം പരിഗണിക്കാതെ സഹായഹസ്തവുമായി എത്തിയവരെ തിരിച്ചു സഹായിക്കാനാണ് തീരുമാനം. പല രീതികളിലും സമരം ചെയ്തു. എന്നിട്ടും കണ്ണു തുറക്കാത്ത ഇടതുപക്ഷ സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പിൽ ജനവിധി ഉപയോഗിക്കാനുള്ള തീരുമാനത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന CPO റാങ്ക് ഹോൾഡേഴ്സ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള നീക്കത്തിലായിരുന്നു ആദ്യം. എന്നാൽ പ്രതിഷേധം അറിയിക്കാനുള്ള മാർഗം എന്ന രീതിയിൽ ഇടത് സർക്കാരിനെതിരെ ജനവിധി ഉപയോഗിക്കും. ഈ ഒരു 13,000-ഓളം ഈ ഒരു കുടുംബങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ വരാൻ പോകുന്ന ഈ ഒരു ലോക്സഭാ ഇലക്ഷനിൽ കൃത്യമായിട്ട് വോട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ട്, യുവാക്കളുടെ വോട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും നെട്ടോട്ട് ഓടുന്ന ഈ ഒരു സാഹചര്യത്തിൽ മഹാനായ പ്ലേറ്റോയുടെ വാക്കുകൾ കടമെടുത്ത് പറയാനായിട്ടുണ്ട്. അതായത്, നിങ്ങൾ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാളും മോശമായ ആൾക്കാർ നിങ്ങളെ ഭരിക്കേണ്ടി വരും. നമ്മൾ PSC പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച വാക്കുകളാണിത്. ഈ ഒരു വാക്ക് ഉറപ്പായിട്ട് നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. തലമുണ്ഡനം ചെയ്തും പ്രതീകാത്മക ശവമഞ്ചുമുരുക്കിയും വായ് മൂടിക്കെട്ടിയും മുട്ടിൽ ഇഴഞ്ഞുമെല്ലാം വ്യത്യസ്ത രീതിയിൽ സമരം നടത്തി. എന്നാൽ സർക്കാർ ഒരിക്കൽ പോലും ചർച്ചയ്ക്ക് വിളിച്ചില്ലെന്ന് സമരക്കാർ പറയുന്നു. 55 ദിവസം പിന്നിട്ട സമരത്തിന് BJPയും കോൺഗ്രസും അടക്കം പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണയുമായി എത്തി. 13,000-ലേറെ പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. സംസ്ഥാനത്തൊട്ടാകെ 18,000-ഓളം ഒഴിവുകൾ ഉണ്ടെങ്കിലും നിയമന സ്തംഭനം ഉദ്യോഗാർത്ഥികളെ ചെറുതായൊന്നുമല്ല ബാധിക്കുന്നത്. രാപ്പകലില്ലാതെ പഠിച്ച് ഒടുവിൽ തെരുവിൽ സമരം ചെയ്യേണ്ട ഗതികേടിലാണ് ഉദ്യോഗാർത്ഥികൾ. ശിവദാസ് കന്മനം, ജനം, തിരുവനന്തപുരം.